വേദലക്ഷ്മി, മസ്താനി, ജിഷിൻ, പ്രവീൺ, സാബു മാൻ അങ്ങനെ 5 പേര് വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഓരോരുത്തർ കയറുമ്പോഴും ഒരു വീഡിയോ ഇട്ടിട്ടാലോ എന്ന് എനിക്ക് ടെൻഷൻ ആവുകയാണ്. നിങ്ങൾ 24/7 ലൈവ് കാണുന്ന ഒരു ഓഡിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ ഓരോരുത്തർ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയണേ. ഇവൻ ആരായിരിക്കും, ഇത് ആരുടെ കൂടെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. ആര്യനൊക്കെ വന്ന സമയത്ത് ആര്യന് ഒരാൾ വരുന്നുണ്ടെന്ന് നമ്മൾ പ്രൊമോയിൽ കണ്ടു. സോ ആര്യന് പറ്റിയ ആരെങ്കിലും ആണോ, ആര്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒരാൾ വരുമോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചായിരുന്നോ? അതുപോലെ റെന മസ്താനിയെ കൊണ്ടുവരുന്ന സമയത്ത് മസ്താനി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ റെനയും മസ്താനിയും നല്ല ചങ്കാണോ എന്നൊക്കെ ഓർത്തിട്ടുണ്ടോ നിങ്ങൾ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ തോന്നും. ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മത്സരാർത്ഥികളും, അത് ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഓരോ പെർസ്പെക്റ്റീവിൽ അത് ആരോ ആയിക്കോട്ടെ, പക്ഷേ ഇനി പുതുതായിട്ട് വരുന്ന ഈ 5 പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ടെൻഷനായിരുന്നു. ഇവർ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരുന്ന ഒരു ഫീൽ നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയത് പറയുക. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് ഈ 5 പേരെയും വെറുതെ ഇരുത്തുന്നില്ല. എല്ലാം ഒരു എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ലൈവിൽ കണ്ടു കാണുമായിരിക്കും, അല്ലെങ്കിൽ എപ്പിസോഡിൽ എന്തായാലും കാണും. ഇവർ ഓരോരുത്തർ വന്നിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. ജിഷിനായിരുന്നു ആദ്യം കയറിയത്, അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ടെൻഷനും കാര്യങ്ങളും എല്ലാം ജിഷിനിലേക്കാണ്. അവിടെ വെൽക്കം ചെയ്യാനായിട്ട് ഷാനവാസിനെയാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷാനവാസ്, ജിഷിൻ അവർ ഫ്രണ്ട്സാണ്, അടിപൊളിയാണ്, എന്തായാലും അവർക്ക് പരസ്പരം അറിയാവുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്നതെല്ലാം ഇവിടെ ഉള്ള ഓരോരുത്തർക്കും അറിയാവുന്നവരായിരിക്കും. പക്ഷേ പ്രവീണ്, സാബുമാൻ, അതുപോലെ വേദലക്ഷ്മി ഇവരെയൊന്നും ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഓക്കെ, ഇതെല്ലാം സീനൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാവരും ഒന്നും അങ്ങനെ ബയാസ്ഡ് ആയിട്ട് നിൽക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് തോന്നുന്നു ജിഷിൻ, ഷാനവാസ് ഒരു പുതിയ കൂട്ടുകെട്ടിന് തുടങ്ങാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം വന്നപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിസത്തെ കുറിച്ച് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഈ ഒരു സീസണിൽ ഗ്രൂപ്പിസം ഉണ്ടാകില്ല, ഗ്രൂപ്പ് കളി നിർത്തും എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ട് ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇനി വന്നവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇനി പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാകുമോ എന്നുള്ള ടെൻഷൻ വരെ ഉണ്ട്. പക്ഷേ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്ത്രപരമായിട്ട് ആദ്യം തന്നെ ഒരു നല്ല ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസും സത്യത്തിൽ ഈ പറയുന്ന മത്സരാർത്ഥികൾക്കൊപ്പം തന്നെ അവരുമായിട്ട് മത്സരിക്കുന്നത് ബിഗ് ബോസ് കൂടിയാണ്. അതും ഇന്നത്തെ ആ ഒരു വൈൽഡ് കാർഡ് എൻട്രി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇനി ആ ഒരു ടാസ്കിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ 3 പേരെ ഓരോരുത്തർ വെച്ച് ചൂസ് ചെയ്യണം. ഇവിടെ ഗ്രൂപ്പ് കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പരാതിയായിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ പുറത്തുനിന്ന് ഈ ഒരു ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടുണ്ട് എന്നുള്ള അവസ്ഥ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഗ്രൂപ്പ് കളിയിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? രണ്ടാമത്തെ പേര് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുമ്പോൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് കരുതുന്ന ഒരാളുടെ പേര് പറയണം. പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിന് ഒട്ടും ബോറിംഗ് ആണ്, ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു പേര് പറയണം. ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പ് കളി എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ഒന്നും കണ്ടിട്ടില്ല എന്ന് നടക്കുന്ന ഒരാൾ, അവിടെ അത് ആരൊക്കെ പേര് വരും, ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന പേരുകളൊക്കെ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ബിന്നിയുടെ പേര് ആരെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ ബിന്നിയെ ഉൾപ്പെടുത്തും എന്ന് ഞാൻ കരുതി. അത് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പറയാം. ദെൻ അടുത്ത വരുന്നതെന്ന് വെച്ചാൽ ബോറിംഗ് ആയിട്ടുള്ളത്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അടി നടക്കാൻ പോകുന്നത്. മൊത്തം പേരും, അതായത് 5 പേര് ബോറിംഗ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ആരെയാണെന്ന് പറയാം. ഏതായാലും ഇതൊരു വോട്ടെടുപ്പ് ആയിരുന്നില്ല, അതായത് ഭൂരിഭാഗം കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു പേരുകൾ പോലും അടുത്തൊരാൾക്ക് പറയാൻ സാധ്യമല്ല. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ വേദലക്ഷ്മി വന്നിട്ട് 3 പേരുടെ പേര് പറഞ്ഞു. ആ 3 പേരുടെ പേര് ബാക്കിയുള്ള 4 പുതിയ മത്സരാർത്ഥികൾക്ക് പറയാൻ അനുവാദമില്ല. ഇനി ഞാൻ വേഗം വന്ന ഈ 5 മത്സരാർത്ഥികൾ ആരെയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം വേഗം ഒന്ന് പറയാം. വേദലക്ഷ്മി ഗ്രൂപ്പിസത്തിന്റെ കാര്യത്തിൽ, അതായത് ആദ്യം പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് അക്ബറിൻ്റെതാണ്. അക്ബർ തേഞ്ഞൊട്ടി എന്ന് പറയാം. ശരിക്കും പറയാം ബിഗ് ബോസ് സീസൺ 7 അറിയപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അക്ബർ ആൻഡ് അപ്പാനിയാണ്. അത് അവസാനം വരെ എങ്ങനെ നിൽക്കും, അക്ബറും അപ്പാനിയും പുറത്തിറങ്ങിയാലും ഈ ഒരു സൗഹൃദം നിലനിർത്തുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം ഇന്ന് തന്നെ അപ്പാനി ഇരുന്ന് പറയുന്നുണ്ട് അക്ബറിന് പോലും ഗെയിമാണ്, അക്ബറിന് പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അപ്പാനി ഇന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വേദലക്ഷ്മി വന്നിട്ട് ബിന്നിയുടെ പേര് പറയുന്നുണ്ട്. ബിന്നിയുടെ പേര് പറയുന്നത് ഈ പറയുന്ന ഫസ്റ്റ് വന്ന ഈ ഒരു വേദലക്ഷ്മി പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനാലിസിസ് എന്ന് പറയുന്നത്. ബിന്നിയാണ് ഇവിടുത്തെ ഡിപ്ലോമാറ്റിക് ക്യാരക്ടർ. എല്ലാ കാര്യത്തിലും പോയിട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ഒന്നും നടക്കാത്ത കണക്ക് നിൽക്കുന്ന ഒരു കള്ളപ്പൂച്ച എന്ന് പറയത്തില്ലേ, അതാണ് ബിന്നി. ഇനി മൂന്നാമത്തെ പേര് ശൈത്യയുടെ പേര് പറഞ്ഞു. ഐ എം റിയലി ഹാപ്പി വിത്ത് ദാറ്റ് നെയിം ബിക്കോസ് ശൈത്യ ഒരു വിഷമാണ് സത്യത്തിൽ. കാരണം എന്ന് വെച്ചാൽ
പുറത്ത് എന്താണ് ആർക്കാണ് ആ ഒരു ഫാൻ ബേസ് ഉള്ളത് എന്ന് അറിയാത്തത് കൊണ്ട് കുറേയൊക്കെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യും, കുറേയൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യും, പിന്നെ കുറച്ചൊക്കെ പോയി അപ്പാനിച്ചേട്ടൻ്റെ അടുത്തിരിക്കും. ഇത്തരത്തിൽ എല്ലായിടും അവിടെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്യാം എന്ന് കരുതുന്ന ഒരു വ്യക്തി ശൈത്യയാണ്. ഞാൻ ഈ പറഞ്ഞ ശൈത്യയെക്കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്യാം. ഇനി മസ്താനി വന്നിട്ട്, അപ്പം ശരിക്കും പറഞ്ഞാൽ ബോറിംഗ് ആണ് എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ശൈത്യ ഒട്ടും ആക്റ്റീവ് അല്ലെന്നാണ് കേട്ടോ പറഞ്ഞത് മസ്താനി. മസ്താനി അല്ല, വേദലക്ഷ്മി. ഇനി രണ്ടാമത് മസ്താനി ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ അക്ബറിന്റെ പേര് പോയത് കൊണ്ട് ഇവിടെ അപ്പാനിയുടെ പേരാണ് രണ്ടാമതായിട്ട് മസ്താനി വന്നിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് കളിക്കകത്ത് അക്ബർ, അപ്പാനി ഈ ഓർഡറിൽ രണ്ടാമത്തെ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആര്യനെ ഇവിടെ പല കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇതൊന്നും പ്രശ്നമല്ല എന്ന് കണ്ട് നെഗ്ലക്ട് ചെയ്യുന്ന കാറ്റഗറിയിൽ മസ്താനി പറഞ്ഞ പേരെന്ന് പറയുന്നത് ആര്യൻ്റെതാണ്. ഇനി മൂന്നാമത്തത്, ഇവിടെ നിന്നിട്ട് ഒരു ഗുണവും ഇല്ല എന്ന് വളരെ വെടിപ്പായിട്ട് മസ്താനി പറയുന്നുണ്ട്. 72 ക്യാമറയുണ്ട്, ഒരു ക്യാമറയിലും പെടാതെ എങ്ങനെയാണ് രേണു ചേച്ചി നിങ്ങൾ ജീവിക്കുന്നേ എന്നാണ് രേണു സുധിയുടെ പേരാണ് അവിടെ പറഞ്ഞത്. രേണു അത് വളരെ ഫണ്ണായിട്ടിട്ട് അറിയില്ല മോളെ, ഇനി എന്താണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് രേണു സുധിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കഴിവുമില്ല, എന്നാൽ അതാണ് ഒരു കഴിവ് എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുധിയുടെ പേരാണ് പറയുന്നത്. സോ ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒട്ടും പോസിറ്റീവ് അല്ലാത്ത 2 പേര് ആയിക്കഴിഞ്ഞു, ശൈത്യ, രേണുസുധി. അടുത്തത് പ്രവീൺ ആണ്. പ്രവീൺ എഴുന്നേറ്റിട്ട് ഇപ്പോൾ ഓൾറെഡി മസ്താനിയും വേദലക്ഷ്മിയും വന്നിട്ട് അക്ബർ അപ്പാനിയും ഗ്രൂപ്പിസത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ്. മൂന്നാമത്തെ പേര് പ്രവീൺ പറഞ്ഞിരിക്കുന്നത് ഷാനവാസിൻ്റെതാണ്. കാരണം ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വ്യക്തിയാണ് ഷാനവാസ് എന്നുള്ള ആ ഒരു ഫണ്ണി ലെവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ എല്ലാ റീച്ചും ട്രോളും എല്ലാം കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഗ്യാങ് കൾച്ചർ, അതിൽ ആ ഒരു ഗ്യാങ് കൾച്ചറിൽ ഇല്ല, താൻ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല എന്ന് പറഞ്ഞ് എല്ലാം കണ്ണടച്ച് ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വ്യക്തിയെ പറയുന്നത് ഒനീലിനെയാണ്. സോ ഇവിടെ പ്രവീൺ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിനെയാണ്. ദെൻ ഒട്ടും ബോറിംഗ് ആയിട്ട് ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അനീഷിനെയാണെന്ന് പ്രവീൺ പറയുന്നുണ്ട്. അനീഷാണ് പ്രവീണിനെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സത്യത്തിൽ പ്രവീണിന് അനീഷിനെ തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല എന്നുള്ളത്. അനീഷ് ശരിക്കും ഒരു അരോചകമായിട്ട് പ്രവീണിന് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഒരുപാട് പേർക്ക് അത് തോന്നും. കാരണം എന്ന് വെച്ചാൽ അനീഷ് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അടുത്തത് ജിഷിൻ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ആയി പോയതുകൊണ്ട് തന്നെ ജിഷിന് പല പേരുകളും പറയാൻ അവസരം കിട്ടാതെ പോയി. പക്ഷെ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒനീൽ ഷാനവാസിന്റെ പേര് കഴിഞ്ഞല്ലോ, അപ്പം ഗ്രൂപ്പിന്റെ കാര്യത്തിൽ പറയുന്നത് അഭിലാഷിന്റെ പേരാണ്. അഭിക്കും ആ ഒരു ഗ്രൂപ്പിസത്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അത് നെഗറ്റീവായിട്ട് കാണണ്ട, കാരണം അവർക്ക് പറയാൻ വേറെ പേരില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ജിഷിൻ ഈ അബിയുടെ പേര് പറഞ്ഞത്. ജിഷിൻ ഒരു കാരണവശാലും ഈ ജിസേൽ ടീമിന്റെ കൂടെ ആയിരിക്കത്തില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഷാനവാസ്, അഭി, ഒനീൽ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷെ അവരെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ജിസേലിനെ പല കാര്യങ്ങളും കണ്ടിട്ടും കാണാത്ത പോലെ ആ ഒരു ലെവലിലേക്ക് ജിസേലിനെ കൊടുക്കാൻ ആ ഒരു ജിഷിന് അന്നേരമേ അവസരമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബോറിംഗ് കണ്ടസ്റ്റന്റ് എന്നുള്ള പേരിൽ പറയേണ്ടി വരത്തില്ലേ. എന്തായാലും ജിഷിന് ആ ജിസേലിന്റെ പേര് അവിടെ പറയാൻ പറ്റി. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട്, ഈ ജിസേലിനും അനുമോൾക്കും ഓൾമോസ്റ്റ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പക്ഷേ ബാക്കിയുള്ള കുറേ എണ്ണത്തിന് ഒട്ടും സപ്പോർട്ട് ഇല്ല. കൂടെ നിൽക്കുന്ന ജിസേലിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നവർക്ക് ആ സപ്പോർട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, കുറച്ചൊന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞത് എങ്കിലും റെന ഫാത്തിമയുടെ പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ടി വിയിൽ ഇത് കാണുമ്പോൾ ഈ റെന ഫാത്തിമയുടെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സൗണ്ട് കുറച്ചാണ് വെക്കുന്നത് എന്ന് എല്ലാവരും കൈയടിക്കുന്നുണ്ട്. സത്യമാണ്, റെന ഫാത്തിമയെക്കുറിച്ച് എനിക്കും ഇതാണ് പറയാനുള്ളത്. എനിക്ക് തലവേദന എടുക്കുക ആ കുട്ടിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ഒക്കണ്ടിച്ച് കോഷ്ടി കാണിച്ച് കൊഞ്ഞണം കുത്തിയൊക്കെ കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നം. പിന്നെ സാബുമാൻ വന്നപ്പോഴത്തേക്കും സാബുമാൻ ലാസ്റ്റ് ആയി പോയി, ആരുടെയും പേര് പറയാനില്ല. ആ കൂടി ഇനി 4 പേരേ ഉള്ളൂ, ഒരാളും വിളിക്കാത്ത 4 പേരും. അതിൽ ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ നൂറയെ പറയുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് സാബുമാന് നൂറയെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ വന്നത് ഈ പറയുന്ന പുറത്ത് കുറേ എണ്ണം ഉണ്ടല്ലോ, നൂറയെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന കുറേ ഉണ്ടല്ലോ. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരു പേര്, എന്തെങ്കിലും ഒരു പേര് പറയണം എന്ന് കരുതിയിട്ട് നൂറയെ പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അനുമോള് ഇവിടെ പ്രത്യേകിച്ച് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നു, ഗ്രൂപ്പിസം ഒക്കെ ഉണ്ട്. അത് അനുമോളുടെ കാര്യത്തിൽ സാബുമാൻ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ താനൊരു ഗ്രൂപ്പിനകത്താണ്, പക്ഷേ എനിക്കിവിടെ ആരും സപ്പോർട്ടില്ല എന്ന് പറഞ്ഞ് അനുമോൾ നടക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ അനുമോളെ പറഞ്ഞു. പിന്നെ ബോറിംഗ് ആയിട്ട് പറയാൻ ആരുമില്ല, ഒന്നുകിൽ നെവിൻ അല്ലെങ്കിൽ ആദില. അപ്പം നെവിനെ പറയാതെ ആദിലെ അങ്ങ് പറഞ്ഞ് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആകണം എന്നാണ് അവിടെ സാബുമാൻ ആദിലയെ കുറിച്ച് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല.
അപ്പോൾ ഫൈനലി ആരും വിളിക്കാത്ത ഒരേ ഒരു പേര് അത് നെവിൻ ആയിരുന്നു. ബൈ ചാൻസ് അത് ആദില ആയി മാറിയേനെയായിരുന്നു, പക്ഷെ നെവിനാണ് ആരും പറയാത്ത ഒരു പേര്. ഓ, അങ്ങനെ ആ വൈൽഡ് കാർഡ് വന്നു മക്കളെ. പക്ഷെ എനിക്ക് ഈ പറയുന്ന 5 വൈൽഡ് കാർഡ് ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല കേട്ടോ. കാരണം കോമണറായിട്ട് അനീഷ് ആയിരുന്നു ആദ്യമായിട്ട് ബിഗ് ബോസ് സീസൺ 7 വരുന്നത്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ആദ്യമേ ചൊറി സ്വഭാവം, എല്ലാവരുടെ ഇടയിൽ ചൊറിയനായി. പക്ഷെ അനീഷ് ഇപ്പോൾ ഭയങ്കര സൈലന്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്. ഈവൻ നമുക്ക് പോലും അനീഷിന്റെ ചിരികൾ ഇഷ്ടമാണ്, അനീഷും ഷാനവാസും തമ്മിലുള്ള സംസാരം കേൾക്കാൻ ഇഷ്ടമാണ്. സോ ഐ തിങ്ക് അനീഷ് തന്നെ ആ ഒരു പവറൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. അതേപോലെ ഈ വന്ന 5 പേരിൽ ജിഷൻ എന്തായാലും തുടക്കം തൊട്ടേ നന്നായിട്ട് കയറി കളിക്കും കേട്ടോ. ജിഷൻ പുറത്തും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. പിന്നെ മസ്താനി ഈ പറഞ്ഞ അനുമോളുടെ ഒരു എന്താ പറയുക, അനുമോൾക്ക് പറ്റിയ കരച്ചിൽ ടീമായി മാറുമോ മസ്താനി എന്നുള്ളത് അറിയില്ല. പക്ഷെ മസ്താനി നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. ബാക്കി ഈ പറയുന്ന ആരെയും തന്നെ എനിക്ക് പേഴ്സണലി അറിയില്ല. എനിക്ക് ഈ ഒരു സ്ക്രീനിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത എനിക്ക് അറിയാത്ത ആൾക്കാരാണ്. സോ മസ്താനി, ജിഷിൻ, പിന്നെ ഈ പറയുന്ന പ്രവീൺ കുറച്ചധികം ഇന്റലക്ച്വൽ ആയിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പ്രവീൺ കൂടുതലും അനീഷിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേഗം ലൈവിലേക്ക് പോകട്ടെ. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വേഗം തിരിച്ചു വരാം. ബൈ.